ആഭാരവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ജയവിജയന്മാരുടെ ആദ്യത്തെ ജനനമായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയാണ് പറ്റി പറയുന്നത്. ഭൂമിയിൽ ആദ്യമായി ജന്മമെടുത്തത് അവർക്ക് 3 ജന്മമാണ് പറഞ്ഞു. അതിൽ ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യാക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹിരണ്യകശിപുവിനെ പറ്റി പറയണം. ഹിരണ്യാക്ഷൻ എപ്പോൾ ഒരു വരാഹത്തിൻ്റെ കാരണത്താൽ മരണപ്പെട്ടു എന്ന വാർത്ത ഹിരണ്യകശിപു അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മഹാവിഷ്ണുവിനോടുള്ള വൈരാഗ്യം ഒരു പടി കൂടെ ഉയർന്നു. ആദ്യം തന്നെ ഉണ്ട് വിഷ്ണുവിനെ കണ്ടുകൂടാ, ഹരിയെ കണ്ടുകൂടാ. അപ്പോൾ ഇത് ഒരു പടി കൂടെ വളർന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു, എന്ത് വില കൊടുത്തും എന്ത് കാരണം വച്ചാലും ഹരിയെ ഇല്ലാതാക്കണം എന്ന് തോന്നി. അതുകൊണ്ട് 3 ലോകത്തും അക്രമങ്ങൾ അഴിച്ചുവിട്ടു, ജനങ്ങളെ ഉപദ്രവിച്ചു, പീഡനങ്ങൾ ചെയ്തു, സ്വർഗലോകത്ത് പോയി വളരെയധികം ഉപദ്രവിച്ചു. ഇതുകൊണ്ടൊന്നും അദ്ദേഹം തൃപ്തനായില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ശ്രീഹരിയെ കൊല്ലണം എന്നായിരുന്നു. അപ്പോൾ അതിന് കരങ്ങൾ കൊണ്ട് കഴിയില്ല. അദ്ദേഹം മനസ്സിലാക്കി, ഇദ്ദേഹത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന കഴിയില്ല, വരങ്ങൾ കൊണ്ടേ കഴിയുള്ളൂ. വരബലം, കരബലം കൊണ്ട് കഴിയില്ല, വരബലം കൊണ്ടേ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം മേരു പർവ്വതത്തിൽ പോയി തപസ് ചെയ്യാൻ തീരുമാനിച്ചു. കൂടുതൽ തപസ് ചെയ്ത് കൂടുതൽ ശക്തിബലം വന്ന് ഹരിയെ കൊല്ലാം എന്ന് വിചാരിച്ച്, വരബലം കരബലം കൊണ്ട് സാധിക്കില്ല, വരബലം കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മേരു പർവ്വതത്തിൽ പോയി തപസ്സിരിക്കാൻ തീരുമാനിച്ചു. അങ്ങോട്ട് പുറപ്പെട്ടു. ഇദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയായിരുന്നു. ആ കയാതുവിനെ വിട്ടിട്ട്, കയാതുവാണെങ്കിൽ ഭയങ്കര ഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ കയാതുവിനെ അവിടെ രാജധാനിയിൽ വിട്ടിട്ട് ഇദ്ദേഹം തപസ്സിന് പോയത്. ഇദ്ദേഹം എപ്പോൾ പോയി ആളില്ലാന്ന് കണ്ട സമയത്ത് നമ്മുടെ സ്വർഗലോകത്തുള്ള അധിപതി ദേവേന്ദ്രൻ തൻ്റെ സ്വഭാവം കാട്ടാൻ തുടങ്ങി. ഇവിടെ വന്ന് കയാതുവിനെ കടത്തിക്കൊണ്ടു പോകാൻ ഉള്ള മാർഗങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഭാഗ്യവശാൽ നാരദ മഹർഷി അവിടെ എത്തി. എന്നിട്ട് അദ്ദേഹത്തിന് ഉപദേശിച്ചു, ഇത് തെറ്റാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉപദേശിച്ച് അങ്ങനെ കയാതുവിനെ രക്ഷപ്പെടുത്തി തൻ്റെ ആശ്രമത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. അവിടെ അങ്ങനെയായി. ഇദ്ദേഹം ഘോര തപസ് ചെയ്തു, ഭയങ്കരമായ തപസ് ചെയ്തു. ഒടുവിൽ നാൻമുഖന് ബ്രഹ്മാവന് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്ത് വരം വേണം എന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, ഓർമ്മയാണ്. ഈ അസുരന്മാർക്ക് ലോകത്ത് ഒന്നിനെയും പേടിയില്ല, അവർക്ക് ഒന്നിനെയും ഭയമുള്ളൂ. എന്താണ്? മരണം സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതാണ് അവർ അന്വേഷിക്കുക. ഇദ്ദേഹം സ്വാഭാവികമായി ചോദിച്ചു, എനിക്ക് തരാൻ പറ്റുന്ന തരികയാണെങ്കിൽ മാത്രം, ഞാൻ ചോദിക്കുന്ന വരം തരികയാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഓ ശരി, ചോദിക്കൂ ആദ്യം. എന്താ ചോദിച്ചത്? അദ്ദേഹം 9-10 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. 1, ദേവഗന്ധ കിംപുരുഷന്മാരാദികളാൽ ഞാൻ വധിക്കപ്പെടാൻ പാടില്ല. അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, മത്സ്യജീവി ജന്തുക്കൾ, കടലിൽ ജീവിക്കുന്ന ജന്തുക്കൾ, മത്സ്യങ്ങൾ, പക്ഷികൾ, ലോകത്തെങ്ങുമുള്ള ജീവികൾ, ഭൂമിയിൽ, ആകാശത്ത് വിഷത്താൽ കൊല്ലപ്പെടില്ല, പാമ്പുകളാൽ വിഷങ്ങൾ പാടില്ല, അങ്ങനെ യാതൊരു ആയുധങ്ങളാലും കൊല്ലപ്പെടാൻ പാടില്ല. ആയുധങ്ങൾ എന്ന് വെച്ചാൽ മണ്ണുണ്ട്, മരം കൊണ്ട്, ലോഹം കൊണ്ട്, ഇങ്ങനെ ഒന്നുകൊണ്ടുമുള്ള ആയുധങ്ങളാൽ എന്നെ കൊല്ലാൻ പാടില്ല. മനുഷ്യർക്ക് പാടില്ല, ദേവന്മാർക്ക് കൊല്ലാൻ സാധിക്കാൻ പാടില്ല. ഇദ്ദേഹം ആ വരം കൊടുത്തു. വരം കൊടുത്ത സമയത്ത് ഹിരണ്യകശിപു വിചാരിച്ചു, നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു,
ഇനി യാതൊന്നും കിട്ടാനില്ല. ഇനി നമുക്ക് ഹരിയെ പിടിച്ച് കൊല്ലുക വേണ്ടോ, അദ്ദേഹത്തിന് നമ്മളെ കൊല്ലാനും പറ്റില്ല. കാരണം അങ്ങനത്തെ വരങ്ങളാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ആകാശത്ത് പറ്റില്ല, ഭൂമിയിൽ പറ്റില്ല, മനുഷ്യനാൽ പറ്റില്ല, ദേവന്മാർ പറ്റില്ല, അസുരന്മാർ പറ്റില്ല. ഇങ്ങനത്തെ വരങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. പിന്നെ എന്താ പേടിക്കാനുള്ളത്? അദ്ദേഹം അങ്ങനെ ഈ അഹംഭാവത്തോടുകൂടി തിരിച്ചു വന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് നാരദ മഹർഷി ഗർഭശ്രീയായ കയാതുവിൻ്റെ വയറ്റിലിരിക്കുന്ന പ്രഹ്ലാദനെ ദിവസവും അദ്ദേഹം നാരായണനെ പറ്റിയുള്ള കഥകളും ഇങ്ങനെ പല നല്ല നല്ല കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. സഹസ്രനാമം ദിവസം കേൾപ്പിച്ചു. ശ്രീനാരായണൻ്റെ എല്ലാ കഥകളും കേൾപ്പിച്ചു. അങ്ങനെ ഈ കുട്ടി കയാതുവിൻ്റെ അകത്ത് വളരുന്ന കുട്ടി എപ്പോഴും ഈശ്വരനെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥ വന്നു. അദ്ദേഹം വന്ന സമയത്ത് വളരെ സന്തോഷമായി. പുത്രനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ കഴിഞ്ഞൊക്കെ ചെയ്തു. ഒടുവിൽ വിദ്യാഭ്യാസം ഗുരുകുലവാസം വേണം. അപ്പോൾ ഗുരുവിനെ വിളിച്ചു, ശുക്രാചാര്യരെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകന് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. ആശ്രമത്ത് പോയി അവിടെ ശുക്രാചാര്യരുടെ ശിഷ്യന്മാരായ ഗുരുക്കന്മാർ ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഈ അഹംഭാവിയായ ഹിരണ്യകശിപു ഒരു നിയമം അവിടെ വെച്ചു. ആ രാജ്യത്തുള്ളവർ മുഴുവൻ ഹിരണ്യായ നമ, ഹിരണ്യായ നമ, ഹിരണ്യായ നമ എന്ന് മാത്രമേ ഉച്ചരിക്കാവൂ. അത് ചെയ്യാത്തവനെ കൊല്ലാം എന്ന് പറഞ്ഞു. അപ്പം ജനങ്ങളൊക്കെ പേടിച്ച് ഉയർച്ചിരിക്കണം. എവിടെ നോക്കിയാലും അയാളെ കണ്ടു കഴിഞ്ഞാൽ ഹിരണ്യായ നമ, ഹിരണ്യായ നമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ കാലത്ത് ഒരു ദിവസം അച്ഛൻ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. മടിയിലിരുത്തി ചോദിച്ചു, മോനെ, നീ എല്ലാം വിദ്യാഭ്യാസവും നടക്കുന്നുണ്ടല്ലോ, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മഹാൻ ആരാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സാക്ഷാൽ ശ്രീഹരിയാണ്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. പക്ഷെ ചെറിയ കുട്ടിയാണല്ലോ, അബദ്ധം പറ്റും. മോനെ, എപ്പോഴും ഹിരണ്യായ നമ വേണം. ഞാൻ നിൻ്റെ അച്ഛനാണ്, എല്ലാ വരങ്ങളും സമ്പാദിച്ച് ശക്തനായി വന്നിരിക്കണം. ഹിരണ്യായ നമ, ഹിരണ്യായ നമ എന്നേ പറയാൻ പാടുള്ളൂ. ഈ കുട്ടി പിന്നെയും എന്തു പറഞ്ഞു, അച്ഛാ, ഇതിനേക്കാളൊക്കെ വലുതാണ് ശ്രീഹരിയുടെ നമം, നാരായണായ നമ, നാരായണായ. ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. മടിയിൽ നിന്ന് ഒരൊറ്റ കയറി കുട്ടി അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞു. അച്ഛ സമയത്ത് കുട്ടിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ഉടനെ ഗുരുക്കന്മാരെ വിളിച്ചു, ഇതാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഞാൻ ഹിരണ്യായ നമ പഠിപ്പിക്കുന്നത്, എൻ്റെ കുട്ടിക്ക് അതാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും ഗുരുകുലത്തേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം അവിടെ തന്നെ ആശ്രമത്തിൽ തന്നെ പോയി തൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ടായിരുന്നു ഒരിക്കൽ കൂടിയും പരീക്ഷിക്കുക എന്ന് വിചാരിച്ച് അവിടെ പോയി. അവിടെ പോയി സമയത്ത് ഉടനെ ചോദിച്ചു, ഗുരുനാഥൻ പറഞ്ഞു, മോനെ, നീ പഠിച്ചു പറഞ്ഞു കൊടുക്കുക, നാരായണായ നമ എന്ന് പറഞ്ഞു. മാത്രമല്ല കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആശാൻ. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ഇനി ഇവനെ വെച്ചേക്കാൻ പറ്റില്ല. ഉടനെ അവിടെ പറഞ്ഞു, ഇവനെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞു ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. രാജഭടന്മാർ വന്നു. ഇവരെ ഈ കുട്ടിയെ പ്രഹ്ലാദനെ കൂട്ടിക്കൊണ്ടുപോയി ആരുമില്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി വെട്ടാൻ ഒരു 3-4 പേരുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു നീ വെട്ട്, മറ്റൊരാൾ പറഞ്ഞു ഞാൻ വെട്ട്, നീ വെട്ട്, ഞാൻ വെട്ട്, ഇങ്ങനെ പരസ്പരം കലഹിച്ച് അവർ മരിച്ചു. അതാണ് ഉണ്ടായത്. പ്രഹ്ലാദന് രക്ഷപ്പെടുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് വിവരം കിട്ടി. ഉടനെ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എൻ്റെ മകൻ ഞാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ആ മകൻ എനിക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യും, മലയിൽ പോയി മലയുടെ മുകളിൽ നിന്ന് അയാളെ താഴത്ത് ഒരുക്കി വിടും എന്ന് പറഞ്ഞു. ഉടനെ ഭടന്മാരെല്ലാം കൂടി ഈ കുട്ടിയെ പൊത്തിച്ചു മലയുടെ മുകളിൽ നിന്നും ഒരുക്കി വെച്ചു. താഴത്ത് വന്ന സമയത്ത് എന്താ, ഭൂമിദേവി 2 കൈയും കൊണ്ട് സ്വീകരിച്ച് ആ കുട്ടിയെ ചുംബനം ചെയ്തു. എടുത്തു എന്ന് മാത്രമല്ല, ചുംബനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അത്ര സ്നേഹത്തോടു കൂടി എടുത്തു. ഇനി ഇപ്പോഴും മരിച്ചില്ല, എന്നാൽ ഞാൻ ഇവനെ കൊന്നിട്ടേ ഉള്ളൂ
വീണ്ടും ചോദിച്ചു. അവസാനമായി, മോനെ പറയൂ, നിനക്ക് ആരാണ് ലോകത്ത് വെച്ച് വലുത്? ശ്രീമന്നാരായണം, ഇതിന് സംശയമില്ല, ശ്രീഹരി തന്നെ എന്ന് പറഞ്ഞു. ഉടനെ പാമ്പാട്ടികളെ വരുത്തി, വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാമെന്നും വരുത്തി പാമ്പാട്ടികളെ കൊണ്ട് കടിപ്പിക്കാൻ വെച്ചു. ഘോര വിഷമുള്ള പാമ്പുകളൊക്കെയാണ് അവിടെ, സർപ്പങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി പാമ്പാട്ടികളായത് ഊരി ഈ കുട്ടിയുടെ അകത്ത് പ്രവേശിച്ചു. എപ്പോൾ ഈ കുട്ടിയുടെ അകത്ത് പ്രവേശിച്ചുവോ എല്ലാ പാമ്പുകളും അദ്ദേഹത്തിനെ പ്രദക്ഷിണം വെച്ച് തിരിച്ചുപോയി. ആരെ? പ്രഹ്ലാദനെ പ്രദക്ഷിണം വെച്ച് ഈ പാമ്പുകളെല്ലാം തിരിച്ചുപോയി. ഇനി എന്താ വഴി? പ്രഹ്ലാദന് കൊടുക്കുന്ന അന്നത്തിൽ, ഭക്ഷണത്തിൽ വിഷം കലർത്തി. വലിച്ചില്ല, ദഹിച്ചു അത്. ഇനി അടുത്ത വഴി എന്താ? അഗ്നിയിലിട്ട് കൊല്ലുക എന്ന് ഇട്ട് അഗ്നിയിലിട്ട് തീയിലിട്ടു. തീയിലിട്ട സമയത്ത് എന്തായി? അഗ്നി ഭഗവാൻ അങ്ങനെ കേട്ടുപോയി. ഇയാൾക്ക് യാതൊന്നും സംഭവിച്ചില്ല. അടുത്തത് 9ാമത്തെ പ്രാവശ്യം കടലിൻ്റെ മധ്യത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇപ്പോഴത്തെ ആയല്ലേ രക്ഷപ്പെടുള്ളൂ. മധ്യത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. അവിടുന്ന് ഈ കുട്ടി താഴത്തേക്ക് പോകണമെന്നത് വരുണ ഭഗവാന് മനസ്സിലായി. ഇത് ശ്രീഹരിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞ് വരുണ ഭഗവാൻ അതിന് നേരെ എടുത്തുകൊണ്ട് കരയിലെത്തിച്ചു. ഇദ്ദേഹത്തിന് ദേഷ്യം അടങ്ങിയില്ല. എങ്ങനെയായാലും ഇവനെ ശ്രീഹരിയുടെ പേര് എനിക്ക് കേൾക്കാൻ പാടില്ല, അങ്ങനെയുള്ള മകൻ എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച അടുത്തത് ആനകളെ കൊണ്ട് കൊല്ലിക്കാം. എന്നാൽ രക്ഷപ്പെടില്ലല്ലോ. ഒരാന ഒരു ചവിട്ടിയാൽ മതി. പക്ഷേ അദ്ദേഹം വളരെ കോഷ്യസായിരുന്നു. ഒരാനയല്ല കൊണ്ടുവന്നു, വളരെയധികം കൊമ്പന്മാരെ നിലത്ത് നിർത്തി. ഒന്നില്ലെങ്കിൽ ഒന്ന് കൊല്ലുമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പാപ്പാമാരോട് പറഞ്ഞു, മകനെ കയ്യും കാലമൊക്കെ കെട്ടി അവിടെ വെച്ചു. ഈ ആനകളൊക്കെ അവിടെ വന്നു. ഓരോ ആനയും അദ്ദേഹത്തെ തൊട്ട് തലയിൽ വെച്ച് ഒടുവിൽ തന്നെ അദ്ദേഹത്തെ എടുത്തിട്ട് മേലെയും ഇരുത്തി. സന്തോഷമുണ്ട്. ഇതെല്ലാം കണ്ട സമയത്ത് ഇയാൾക്ക് സഹിച്ചില്ല. ഇനി അവനെ കൊല്ലേ പറ്റൂ. പലതും ചിന്തിച്ചിരുന്ന് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവനോട് ചോദിച്ചു, നിനക്ക് അവസാനമായ ഒരു ഇത് തരാം, നിൻ്റെ സ്വഭാവം മാറ്റിക്കോളും, ലോകത്ത് വെച്ച് ആരാണ് വലുത്? അപ്പോഴും പറഞ്ഞു, അച്ഛാ ഇതിനെന്ത് സംശയം, നിങ്ങൾ വീണ്ടും 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 ഇത് ചോദിക്കുന്നതുകൊണ്ടോ എനിക്ക് വിഷമമുണ്ട്. ശ്രീഹരിയേക്കാൾ വലുത് ലോകത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഖഡ്ഗമുണ്ട്. ദേഷ്യം സഹിക്കാൻ വയ്യ. ഉടനെ പറഞ്ഞു, അവിടെ ഒരു തൂണ് നോപ്പുണ്ട്. അപ്പോൾ ഈ തൂണിൽ നിൻ്റെ ഹരി ഉണ്ടാവോ? അദ്ദേഹം സംശയിക്കേണ്ട, തൂണിലും തുരുമ്പിലും എൻ്റെ ഹരിയും നിങ്ങളുടെ ഹരിയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആകെ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ ഖഡ്ഗോർത്ത് ഒരറ്റടി തൂണ് രണ്ടായി പിളർന്നു. അതിൽ നിന്ന് ഒരു നരസിംഹം ചാടി വീണു. ഈ നരസിംഹത്തിൻ്റെ ഗർജനം കേട്ട് ഭൂമി കുലുങ്ങി. കടലിലെ നുരകളെല്ലാം മൂൾപോട്ട് പോയി, ആകാശം വരയ്ക്കും പോയി. നദികൾ ഭയന്ന് ഏത് വഴിക്ക് പോയിരുന്നു ആ വഴി മാറിപ്പോയി. ഇങ്ങനെ പലതും സംശയിച്ച് ഇടിവെട്ടുമാറുള്ള ശബ്ദമായിരുന്നു. ബ്രഹ്മാവിൻ്റെ സ്ഥാനം കുലുങ്ങി, ദേവലോകം മുഴുവൻ അലങ്ങി. ശ്രീപാർവതിയും ശിവനും ഇരിക്കുന്ന സമയത്ത് അവർ നിന്നുപോയി. അവിടുന്ന് അറിയാതെ ശബ്ദം കേട്ട് നിന്നുപോയി. ഗർജനം കേട്ട് മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്തോ കാട്ടുതീയോ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് ഈ നരസിംഹത്തിൻ്റെ ഗർജനം കേട്ട് ഓടി. ഇടിയാണ് വിചാരിച്ചു ചിലർ പക്ഷികൾ വിചാരിച്ചു എന്തോ മഴ വരുന്നു, അല്ലെങ്കിൽ ആകാശം ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീഴുന്നു എന്ന് വിചാരിച്ചു. ഗംഗാദേവി വിറച്ചു. നദികളെല്ലാം പൊട്ടിപ്പോയി. വറ്റാത്ത നദികൾ വറ്റി. ഭൂമി പിളർന്നു. ഭൂമിയിൽ നിന്ന് പല ഭാഗത്തു നിന്നും വെള്ളം വന്നു. കടൽ നുരകളിലുള്ള ആ
പൊള്ളമുണ്ടല്ലോ ഒന്നുക, അത് പൊട്ടിയിട്ട് കോടിക്കണക്കിനുള്ള വായു അതിൽ നിന്ന് മേൽപോട്ട് പോയി. ഇതെല്ലാം വെറും ഈ ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ എത്ര ഉഗ്രനായിരിക്കണം, ഉഗ്രമൂർത്തിയായിരിക്കണം. അങ്ങനെ അദ്ദേഹം ഇയാളെ നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെ നേരെ ചാടി രണ്ടുപേരും കൂടെ ഇതൊന്നു. ഏകദേശം സന്ധ്യാസമയമാണ് ആ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഗംഭീര യുദ്ധം തുടങ്ങിയതെങ്കിൽ ഈ ഹിരണ്യകശിപുവിനെ നമ്മൾ പുലി ആടിനെ കിട്ടിയാൽ എങ്ങനെ വലിച്ചു കൊണ്ടുപോകും, അതുപോലെ വലിച്ചു കൊണ്ടുപോയി വാതിലിൻ്റെ ഉമ്മറത്തുമല്ല പുറത്തുമല്ലാതെ ഉമ്മറപ്പടിയിലിരുത്തി അവസാനം അദ്ദേഹത്തിനെ മടിയിലിരുത്തി 2 കൈകളും കൊണ്ട് നെഞ്ചു പിളർന്നു. ആ പിളർക്കുന്ന ശബ്ദം കേട്ടും പലരും നടുങ്ങി. രക്തം കടൽ പോലെ അതൊന്ന് ഒഴുകി. ഈ ഒഴുകിയ രക്തം ഹിമവാൻ വരെ ഒഴുകി എന്ന് പറയണം. ഹിമവാൻ വരയ്ക്കും ഒഴുകി. കട്ട പിടിച്ച രക്തം പല മലകൾ പോലെ നിന്നു. ഇദ്ദേഹത്തിൻ്റെ കോപമടങ്ങിയില്ല. ആ രക്തം 2 കൈയും കൊണ്ട് കുടിച്ചു. കണ്ണിൽ നിന്ന് വരുന്ന പ്രഭ 1000 സൂര്യന്മാരുദിച്ചാൽ എന്ത് സംഭവിക്കും അതുപോലെയായിരുന്നു. ഉമ്മറപ്പടിയിലിരുന്ന ചെയ്യുന്ന കേട്ടോ, അകത്തുമല്ല പുറത്തുമല്ല. കുടൽമാലകൾ വലിച്ചെറിഞ്ഞ് കഴുത്തിലിട്ടു. അങ്ങനെ താണ്ഡവമാടി അവിടെ. ഇതെല്ലാം കണ്ട് എല്ലാവരും വിറച്ചു. ബ്രഹ്മദേവൻ പോലും വിറച്ചു. ദേവാദികൾ ബ്രഹ്മദേവൻ്റെ കാല് പിടിച്ചു. ഇതെന്താ കാട്ടുന്ന, എന്തു സംഭവിക്കുന്നു എന്നറിയുന്നില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു, ഭഗവാനെ ഈ രൂപം മാറ്റിക്കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ഫലമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കോപം അടങ്ങിയില്ല. വീണ്ടും ഈ ഹിരണ്യകശിപനെ വലിച്ചു കീറി അദ്ദേഹം. ഒടുവിലെ ഇവരെല്ലാവരും കൂടെ പ്രഹ്ലാദനോട് പോയി പറഞ്ഞു, പ്രഹ്ലാദ, താങ്കൾ വിചാരിച്ചാൽ മാത്രമേ ഇതിന് ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് പ്രഹ്ലാദൻ ഉടനെ അദ്ദേഹത്തെ സ്തുതിച്ച് വളരെയധികം പാടി, നല്ല സ്തുതികൾ ചെയ്തു. ഇത് കേട്ട സമയത്ത് ഇദ്ദേഹത്തിന് കോപം കുറേശ്ശെ ആയി. ഈ നരസിംഹത്തിൻ്റെ കോപം കുറേശ്ശെ അടങ്ങി. ഒടുവിൽ അദ്ദേഹം ശാന്തനായി. പ്രഹ്ലാദൻ്റെ പ്രാർത്ഥന മാത്രമേ കേട്ടുള്ളൂ അദ്ദേഹം. 33 കോടി ദേവന്മാരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിതൊന്നും കേട്ടില്ല. കാരണം കോപം, സഹിക്കാൻ വയ്യാത്ത കോപം കൊണ്ട് തുള്ളിച്ചാടുന്ന ഭഗവാനായിരുന്നു അവിടെ. പ്രഹ്ലാദൻ പറഞ്ഞ സമയത്ത്, പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് നിന്ന സമയത്ത് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. എന്ത് വേണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു വരവും വേണ്ട, എന്നെ കണ്ട എൻ്റെ അച്ഛനാണ്. അദ്ദേഹം എത്ര വലിയ ദുഷ്ടനാണെങ്കിലും എൻ്റെ അച്ഛനാണ്, അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, പ്രഹ്ലാദ, നിൻ്റെ അച്ഛന് ഞാൻ മോക്ഷം കൊടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം എന്നിൽ തന്നെ വന്ന് ചേരും. അതുകൊണ്ട് അതിനെപ്പറ്റി നീ ഭയപ്പെടണ്ട. ഇയാളുടെ പൂർവ്വകഥകൾ നാരദൻ താങ്കളോട് പറയും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നിൻ്റെ അച്ഛൻ ആരായിരുന്നു. നിന്നേക്കാളും വലിയ ഭക്തൻ ലോകത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അടുത്ത ജന്മത്തിലും നിന്നെ വലിയൊരു സ്ഥാനം തന്ന് ഞാൻ വയ്ക്കാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് അവിടുന്ന് നരസിംഹമൂർത്തി ശാന്തരൂപത്തിൽ നിന്ന് പ്രഹ്ലാദനെ തൻ്റെ സ്വന്തം മടിയിൽ വെച്ച് പല പ്രാവശ്യം ചുംബനം ചെയ്തു. ഹിരണ്യകശിപുവിനെ സ്വന്തം കൈ കൊണ്ട് മാർവിടം പിളർന്ന അതേ കൈ കൊണ്ട് തന്നെ പ്രഹ്ലാദനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വന്തം മടിയിലിരുത്തി. നോക്കണം, ഭക്തന്മാരോട് അദ്ദേഹം കാട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അങ്ങനെ പ്രഹ്ലാദ ചരിതവും ഹിരണ്യകശിപുവിൻ്റെ കഥയും ഞാനിവിടെ പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. ധർമ്മോ രക്ഷതി രക്ഷിതക. നമസ്കാരം.